സിറിയയിൽ ഇസ്രയേൽ തുടർച്ചയായി ആക്രമണം നടത്തി ഏതാണ്ട് എല്ലാം നിർജ്ജീവമാക്കി. എല്ലാം സിറിയയുടെ തന്ത്രപ്രധാനമായ ഭാഗങ്ങൾ പിടിച്ചെടുത്തു. ഇനി അടുത്ത യമനാണോ എന്ന് തോന്നുന്നു. കാരണം യമൻ കുറേ കാലമായി ഇടയ്ക്കിടയ്ക്ക് വന്ന് ചൊറിയുന്നുണ്ടായിരുന്നു. ഡിസംബർ 1-ാം തീയതി യമനിൽ നിന്നൊരു ബാലിസ്റ്റിക് മിസൈൽ ഇസ്രയേലിന് നേരെ വന്നു. ഇസ്രയേൽ ഏരിയൽ ഡിഫൻസ് സിസ്റ്റം, ആരോഡ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് തകർത്തു. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ചില ഡ്രോൺസ് പറന്നു വരുമായിരുന്നു. പക്ഷേ ഇന്ന് വരുന്ന വാർത്ത തിങ്കളാഴ്ച പുലർച്ചെ 3:22 ഒരു ബാലിസ്റ്റിക് മിസൈൽ യമനിൽ നിന്ന് വന്നു. അത് ഇസ്രായേലിൻ്റെ അതിർത്തി ക്രോസ് ചെയ്ത് ഉടനെ തന്നെ തകർത്തു. അപ്പോൾ ഒരു ബാലിസ്റ്റിക് മിസൈൽ വന്നാൽ തകർക്കാൻ ഇപ്പോൾ ആരോ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് തകർക്കുന്നതിനും ദശലക്ഷക്കണക്കിന് ഡോളർ ചിലവുണ്ട്. അതുമാത്രമല്ല, നിരന്തരം ഇവരുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ലംഘിക്കുന്ന ഒരു പ്രവണതയാണ്. പക്ഷേ യമൻ്റെ കാര്യത്തിൽ ഇതുവരെ ഇസ്രായേൽ മിണ്ടാതിരിക്കുകയായിരുന്നു. കാരണം പല വാർ ഫ്രണ്ടായിരുന്നു ഇസ്രായേൽ ഉണ്ടായിരുന്നത്. ഗസയിലൊന്ന്, ലെബനോണിലൊന്ന്, ഇറാനുമായിട്ടൊന്ന്, പിന്നെ ഇപ്പോൾ സിറിയ. ഇങ്ങനെ അതിനിടയ്ക്ക് യമനും കൂടെ തുറക്കണ്ട, 5ാമത്തൊരു യുദ്ധമുഖം കൂടി തുറക്കണ്ട എന്ന് കണ്ട്. പിന്നെ മാത്രമല്ല, യമൻ അങ്ങനെ 1800 കിലോമീറ്റർ അപ്പുറത്തല്ലേ. പിന്നെ യമനിലൊരു രാജ്യവും ഇല്ല. ആ രാജ്യം ആകെ നശിച്ച് കുട്ടിച്ചോറായി. യമൻ എന്ന് പേര് മാത്രമേ ഉള്ളൂ. ഒരു യമൻ കയറി വിളയാടുന്ന രാജ്യമായി മാറുകയാണ്. സൗദി അറേബ്യ മാത്രം അവിടെ ആക്രമണം നടത്തിയിട്ട് 2 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടിട്ട്. അത് നമ്മുടെ ലോക വാർത്താ മാധ്യമങ്ങളിലൊന്നും വന്നിട്ടില്ല. ലോകമാധ്യമങ്ങളിലുണ്ട്, നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൊന്നും വരുന്നില്ല. കാരണം മുസ്ലിങ്ങൾ തമ്മിലാണ്. രണ്ട് മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലുള്ള പോരാട്ടം ആണ്. അതുകൊണ്ട് അത് വാർത്തയേ അല്ല. അവിടെ ഈ ഗസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 50,000 പേരേ ഉള്ളൂ. യമനിൽ സൗദിയുടെ ആക്രമണത്തിൽ 2 ലക്ഷം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ വാർത്തയില്ല. അതൊന്നും ഇവിടെ വാർത്തയില്ല, പ്രതിഷേധമില്ല, കണ്ണീരില്ല, ചങ്കനിടിയില്ല, പന്തം കൊളുത്തലില്ല, മെഴുകുതിരി കത്തിക്കലില്ല, ഒന്നുമില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ യമനെ അങ്ങോട്ട് അവഗണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഇപ്പോൾ വീണ്ടും വരികയാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ ജനതയ്ക്ക് സമാധാനം വേണം. ഹിസ്ബുള്ള അവസാനം കീഴടങ്ങി സമാധാനമായി. അവിടെ നിന്നുള്ള ലെബനോണിൽ നിന്ന് ആക്രമണമില്ല. ഇറാൻ്റെ അടിത്തറ ഇളകി നിൽക്കുകയാണ്. പിന്നെ സിറിയയിൽ നിന്ന് പ്രശ്നം ഉണ്ടാവത്തില്ല എന്ന് ഉറപ്പാക്കി സിറിയയുടെ തന്ത്രപ്രധാന ഭാഗങ്ങൾ പിടിച്ചെടുത്തു. ഇനി എങ്കിലും അവിടുത്തെ ജനങ്ങൾക്ക് സൈറൻ വരുമ്പോൾ പേടിച്ച് ഓടി ബങ്കറിലിരിക്കുന്ന സ്ഥിതിയൊന്നും മാറ്റണമെന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ജനുവരി 20 ട്രംപ് വരുന്നത് വരെ നോക്കാം, യമനെ അങ്ങ് വിട്ടേക്കാം, അവർ തമാശ പിള്ളേരെന്തെങ്കിലും ചെയ്യട്ടെ, ഹൂത്തികളാണല്ലോ. അതുകൊണ്ട് വലിയ കാര്യമായി പരിഗണിക്കാതിരിക്കരുത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ പണി ഡിസംബർ 1 മുതൽ ഡ്രോണുകളൊക്കെ വരുന്നുണ്ട്, വെടിവെച്ചിരുന്നുണ്ട്. ഇന്നലെ വീണ്ടും ബാലിസ്റ്റിക് മിസൈൽ വന്നതുകൂടി യമൻ്റെ കാര്യത്തിൽ ഇസ്രായേൽ നിലപാട് മാറ്റുകയാണ്. ഏറ്റവും അടുത്ത സമയത്ത്, ഒരുപക്ഷെ ട്രംപ് ഇനി വരാനായിട്ട് വളരെ കുറച്ച് കഷ്ടിച്ച് 1 മാസം മാത്രമേ ഉള്ളൂ, വന്നതിന് ശേഷമോ അതിന് തൊട്ട് മുമ്പോ ഒരു പക്ഷേ യമനെ ആക്രമിക്കാനുള്ള ഒരു നീക്കം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അപ്പോൾ ഈ ഇറാൻ്റെ സഹായത്തോടെ എല്ലാവരും ഈ ഹമാസ്, ഹിസ്ബുള്ളയൊക്കെ ഹൂത്തികളും അവരൊക്കെ എല്ലാം തീർന്നപ്പം ഇനി ഹൂത്തികൾ കുത്തി എഴുന്നേക്കാൻ ഇറാൻ്റെ ശ്രമം അതാണ്. അത് മാത്രമല്ല, ഇവർ ചെയ്യുന്നത് ഈ റെഡ് സീ വഴിയും ഗൾഫ് ഓഫ് ഏഡൻ വഴിയും പോകുന്ന കപ്പലുകളെ, മർച്ചൻ്റ് വെസൽസുകളെ ആക്രമിക്കുന്നു. അമേരിക്കയുടെ കപ്പലുകളും ഒക്കെ അതിലെ പോകുന്നുണ്ട്. ഹൂത്തികൾ ആക്രമിക്കുന്നു. ഇന്ത്യൻ ആർമി പോലും പോയി ഇടയ്ക്ക് നേരിട്ടിരുന്നു. അപ്പോൾ വലിയ ഒരു ലോകത്തിനൊരു തലവേദനയാണ് അവർ. കാരണം ഇസ്രായേലിനെ മാത്രമല്ല, പടിഞ്ഞാറുമായി ബന്ധമുള്ള, അമേരിക്കയുമായി ബന്ധമുള്ള എല്ലാവരെയും ആക്രമിക്കുമെന്ന തരത്തിലാണ് ഹൂത്തികൾ നിൽക്കുന്നത്. അപ്പോൾ ഇറാൻ്റെ സപ്പോർട്ടുണ്ട് അവർക്ക്. ഇറാൻ്റെ കൂലിപ്പട്ടാളമാണ് ഹൂത്തികൾ. ഹിസ്ബുള്ള എന്ന് പറയുന്നത് പോലെ തന്നെ ഹൂത്തികൾ തന്നെ. പക്ഷേ ഇവരിപ്പോൾ ഇങ്ങനെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇനി വെടിനിർത്തൽ, ഹോസ്റ്റേജ്, ബന്ദികളെ വിട്ടയക്കുന്ന കാര്യത്തിൽ ഹമാസുമായി ബൈഡൻ മുൻകൈ എടുത്തൊരു ചർച്ച നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് വീണ്ടും ഒരു യുദ്ധം തുടങ്ങണോ? അത് 1 വർഷവും പിന്നെ ഏതാനും മാസങ്ങളുമായി യുദ്ധം തുടങ്ങിയിട്ട് 1000 ദിവസത്തിനപ്പുറത്തേക്ക് കടന്നുപോയി. അപ്പോൾ ഇനിയെങ്കിലും സമാധാനം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരവസ്ഥ ഇസ്രായേലിലെ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു യുദ്ധമുഖം തുറക്കണ്ട എന്ന തരത്തിലാണ് ഇസ്രായേൽ നിന്നിരുന്നത്. പക്ഷേ ചൊറിഞ്ഞ് യമൻ അങ്ങേ അറ്റത്തെത്തി. അപ്പോൾ ഇന്നലെ പുലർച്ചെ ഉണ്ടായ, തിങ്കളാഴ്ച പുലർച്ചെ 3:22 ആക്രമണം തകർത്തുവെങ്കിൽ പോലും ഇസ്രായേൽ ഒരു വീണ്ടും വിചാരത്തിനൊരുങ്ങുന്നു. യമനെ ആക്രമിച്ചേക്കും എന്നൊരു സൂചന അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ ഇസ്രായേൽ പറഞ്ഞിട്ടായിരിക്കാം ഇസ്രായേൽ ഈ പരാതി, കാരണം ബൈഡൻ പോകുന്നതിന് മുമ്പ് ബൈഡൻ റെക്കോർഡിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേണം പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. യുദ്ധം മൂർച്ഛിക്കാതെ അവസാനിപ്പിക്കാൻ മുൻകൈ എടുത്ത പ്രസിഡന്റ് എന്തെങ്കിലും തന്നെ ചരിത്രം വായിക്കണമെന്ന് ബൈഡൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ബൈഡൻ ചില ചർച്ചകളൊക്കെ ഇനി കഷ്ടിച്ച് 10, 15, 18 ദിവസങ്ങളേ ഉള്ളൂ ഇനി ബൈഡന് ബാക്കി നിൽക്കുന്നുള്ളൂ. അതിനിടയ്ക്ക് ഒരു വലിയ ലാൻഡ്മാർക്കായിട്ടുള്ള
ഒരു നാഴികക്കല്ലായ ഒരു തീരുമാനം ഉണ്ടാവണമെന്ന് ബൈഡൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ബൈഡൻ്റെ അടുത്ത് ഇസ്രായേലിൻ്റെ ഈ കമ്മ്യൂണിക്കേഷൻ ചെന്നതുകൊണ്ടാണോ എന്നറിയില്ല, പുലർച്ചെ 4 മണിയോടെ അമേരിക്കൻ പോർ വിമാനങ്ങൾ യമനെ ആക്രമിച്ചിട്ടുണ്ട്, തിരിച്ചടിച്ചു. അപ്പം ഇസ്രായേലിന് പകരം അമേരിക്ക യമനിൽ തീമഴ പെയ്ച്ചു എന്നാണ് പറയുന്നത്. ഹൂതി ഓപ്പറേഷൻസ് കമാൻഡ്, ഹൂതികളുടെ സൈനിക ഓപ്പറേഷൻസ് നടക്കുന്ന കമാൻഡ് സെൻറ്റർ അറ്റാക്ക് ചെയ്തു. അമേരിക്കൻ ഫൈറ്ററുകൾ, ബോംബർ വിമാനങ്ങൾ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ സൗത്ത് റെഡ് സീയിലെയും ഗൾഫ് ഓഫ് ഏഡനിലൂടെയുള്ള ഈ വ്യാപാര കപ്പലുകളുടെ ഗതാഗതം സുഗമമാക്കുക എന്ന പേരിൽ ഇടയ്ക്കിടയ്ക്ക് അമേരിക്ക അവിടെ ഇടപെടുന്നുണ്ട്. പക്ഷേ ഇന്ന് പുലർച്ചെ ഉണ്ടായിരിക്കുന്ന ഈ ആക്രമണത്തിന് കാരണം ഇസ്രായേലിന് നേരെ മിസൈൽ അയച്ചതിന് അമേരിക്ക പണി കൊടുത്താണെന്ന് കരുതുന്നത്. അപ്പോൾ ഏതായാലും 1800 കിലോമീറ്റർ ദൂരെയാണ് യമൻ. അപ്പോൾ ഇത് ഈ 1800 കിലോമീറ്റർ യമനിലേക്കുള്ള ദൂരം ഏതാണ്ട് ഇറാനിലേക്കുള്ള ദൂരത്തിന് തുല്യമാണ്. അപ്പം അവിടെ കടന്ന് കയറി 100-120 വിമാനങ്ങളുമായി പോയി ഈ ഇസ്രായേലിൻ്റെ സൈനിക ശേഷി എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തതാണ് ഇസ്രായേൽ. ഇറാനിലെ മൊത്തം തകർത്തുകൊണ്ട്. അതേപോലെ യമനിൽ നേരിട്ട് പോയി ഒരു ആക്രമണം നടത്താനുള്ള ശേഷി ഇസ്രായേലിനുണ്ട്. പക്ഷേ 1800 കിലോമീറ്റർ ദൂരെ ഒരു മിസൈൽ അയക്കണമെങ്കിൽ അത് വെൽ പ്ലാൻഡ് ആയിരിക്കില്ലേ? ആയിരിക്കണം. ഹൂത്തികൾക്ക് പിന്നിൽ ആരോ ഉണ്ടാകും എന്നുള്ള ഉണ്ടല്ലോ, ഇറാനുണ്ടല്ലോ. ഇറാന്റെ ഫത്താ മിസൈൽ അവർ റഷ്യക്ക് കൊടുത്തിട്ടുണ്ട്, ഹിസ്ബുള്ളയ്ക്ക് ലെബനോണിൽ കൊടുത്തിട്ടുണ്ട്, ഹൂത്തികൾക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കപ്പലുകൾ ആക്രമിക്കുക മാത്രമല്ല, ഈ മധ്യധരനാഴിയിലൂടെ പോകുന്ന കപ്പലുകൾ വന്നിട്ട് പിടിച്ചെടുക്കുക, അതിലെ ചരക്ക് കൊള്ളയടിക്കുക. അപ്പോൾ ഒരു സാമ്പത്തിക കൊള്ളയാണ്, കൊള്ള കൂടിയുണ്ട്. ഈ മതത്തിന്റെ പേരിൽ നടത്തുന്ന ഒരു കൊള്ള കൂടി ഇതിനകത്തുണ്ട്. ശരിക്കും ഒരു കടൽ കൊള്ളക്കാർ, നമ്മൾ സൊമാലിയൻ പൈറേറ്റ്സ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു പ്രവർത്തനമാണ് ഹൂത്തികൾ നടത്തുന്നത്. നമ്മൾ മുമ്പുണ്ടായിരുന്നല്ലോ ഈ നമ്മുടെ ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ വന്നപ്പോൾ അതിൻ്റെ ഡക്കിൽ മുകളിൽ ഒരു പ്രത്യേക ഇൻറ്റു മാർക്ക് കണ്ടിരുന്നു. അത്തരം അടയാളം ഇടുന്നത് നമ്മൾ ഈ സൈന്യത്തിലൊക്കെ ഉള്ളവർക്ക് ഓരോ അച്ചീവ്മെൻറ്റ്സ്, നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോ ബാഡ്ജുകൾ കൊടുക്കും എന്ന് പറയുന്ന പോലെ ഇന്ത്യയുടെ ഒരു യുദ്ധക്കപ്പലിൽ ഒരു ബാഡ്ജ് പോലത്തുള്ള അടയാളം ഫോട്ടോയിൽ തെളിഞ്ഞു. ഫോട്ടോയിൽ തെളിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഷിപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി, കുറേ നാൾ മുമ്പാണ്. ഫോട്ടോയിൽ തെളിഞ്ഞ ആ ഭാഗം സൂം ചെയ്തിട്ട് മാധ്യമങ്ങൾ അന്വേഷിച്ചു ഇതെന്താണ് ഈ കപ്പലിന് പുതിയൊരു മാർക്ക്. അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഔദ്യോഗികമായി തന്നെ നേവി അറിയിച്ചത് നമ്മുടെ ഷിപ്പ് പോയി ഹൂത്തികളെ ആക്രമിച്ചു, അവരുടെ കപ്പൽ തകർത്തു. അങ്ങനെ ഒരു സൈനിക വിജയം നേടുമ്പം ഒരു ബാഡ്ജ് പുതുതായിട്ട് കപ്പലിൽ കിട്ടും. ആ കപ്പലാണ് പോയത്. അങ്ങനെ നമ്മളും പോയി ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്. ഇത് വിളിച്ചു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലാണ്, അന്താരാഷ്ട്ര അങ്ങനെ പറയുന്നത് ഇൻ്റർനാഷണൽ വാട്ടേഴ്സ്. അത് ആരുടെയല്ല, എല്ലാവർക്കും അവകാശപ്പെട്ട, ഓരോ രാജ്യത്ത് വേണ്ട 13 കിലോമീറ്റർ മറ്റാണ് സമുദ്രാതിർത്തി. 13 നോട്ടിക്കൽ മൈൽസ്, കിലോമീറ്റർ അല്ല. അതിനുള്ളിലുള്ള സമുദ്രം എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ വാട്ടേഴ്സ് എന്നറിയപ്പെടുന്നത്. അവിടെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ നിരന്തരം നടക്കുന്നുണ്ട്. ചിലതൊക്കെ റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്, ചിലത് മിണ്ടാറില്ല. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ സബ്മറൈൻസ് ഉണ്ടല്ലോ, കടലിനടിയിലുള്ള സബ്മറൈൻസ്. ഈ സബ്മറൈൻസ് എവിടെയൊക്കെ പോകുന്ന ആർക്കില്ല അറിയില്ല. അത് കടലിന്, കാരണം ഈ 13 നോട്ടിക്കൽ മൈൽസ് കഴിഞ്ഞാൽ നമ്മുടെ അതിർത്തി കഴിഞ്ഞു. പിന്നെ വേറെ ആരുടെ അതിർത്തിയില്ല, ലോകത്ത് എല്ലാവരുടെയാണ് ഇൻ്റർനാഷണൽ വാട്ടേഴ്സ് തന്നെ പറയുന്നത്. അതിലൂടെ നമ്മുടെ കപ്പലുകൾ പോകുന്നുണ്ട്, അന്തർവാഹിനി കടലിനടിയിലൂടെ പോകുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് നമ്മുടെ കൊച്ചി നേവൽ ബേസിൽ റിട്ടയർമെൻറ്റിന് മുമ്പ് കൊച്ചിയിലാണ് ജോലി ചെയ്തത്. അദ്ദേഹം അന്തർവാഹിനിയിൽ 12 വർഷം ജോലി ചെയ്തു, ക്യാപ്റ്റനായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒരിക്കൽ സംസാരിച്ചു. അദ്ദേഹം എന്നെ ഒരിക്കൽ INS തിർ എന്നുള്ള കപ്പൽ കാണാൻ എന്നെ ക്ഷണിക്കുകയും ഞാൻ കുടുംബസമേതം പോയി ഒരു ദിവസം ആ കപ്പലിൽ ചിലവഴിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഈ അന്തർവാഹിനിയിലെ എക്സ്പീരിയൻസ് പറയാമോ? പുള്ളി പറഞ്ഞു പറയാൻ പറ്റില്ല, അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എവിടെയൊക്കെ പോകുന്നുണ്ട്? അതൊട്ടും ആ ചോദ്യം ഞാൻ കേട്ടിട്ടേ ഇല്ല. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കപ്പലുകൾ ചിലപ്പോൾ മറ്റു രാജ്യങ്ങളുടെ അതിർത്തിയിലൊക്കെ കയറി പോകുന്നുണ്ട്, കടലിനടി കൂടിയല്ലേ. അപ്പോൾ സർവീസ് കഴിഞ്ഞപ്പോൾ പോലും പറയാൻ പറ്റില്ല. എങ്ങനെയാണ് അന്തർവാഹിനിയിലെ ഓപ്പറേഷൻസ്, അത് പറയാൻ പറ്റില്ല. താങ്കൾ ഈ നിങ്ങളുടെ അന്തർവാഹിനി എവിടെയൊക്കെ പോയിട്ടുണ്ട്? ആ ചോദ്യം ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അത് വളരെ ഒരു സൈനികൻ്റെ മറുപടിയാണ്. ആ ചോദ്യം ഞാൻ കേട്ടിട്ടേ ഇല്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നു. നമ്മുടെ ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഒരു പക്ഷേ പാകിസ്ഥാൻ്റെ അന്തർവാഹിനി അതിനുള്ള ശേഷിയുണ്ട് വരുന്നുണ്ടാവും, ചൈനീസ് വരുന്നുണ്ടാവാം. കടലിന് മുകളിൽ കൂടെ ഉള്ളതേ നമ്മൾ കാണാൻ പറ്റുള്ളൂ, അടിയിൽ കൂടെ ഉള്ളതും കണ്ടുപിടിക്കാനുള്ള റഡാർ സംവിധാനമൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഇത്തരം ഓപ്പറേഷൻസ് എല്ലായിടത്തും നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ വിജയ് ദിവസ് എന്ന് പറഞ്ഞ ബംഗ്ലാദേശിനെ കുറിച്ച് ഒരു വാർത്ത ചെയ്തു. അന്നേരവും പറയുന്നു പാകിസ്ഥാൻ്റെ ഒരു അന്തർവാഹിനി ആ സമയത്ത് ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് വന്നു. ഈ പറയുന്ന INS ഘാസിയുടെ കഥയാണ്. അത് നമ്മൾ തകർത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വിക്രാന്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഘാസി വന്നത്. വിക്രാന്തിനെ തകർക്കാൻ വേണ്ടി വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ വിക്രാന്ത് ആണെന്ന തരത്തിൽ വിക്രാന്തിനെ നമ്മൾ ഒളിപ്പിച്ചിട്ട് മറ്റൊരു കപ്പൽ വിക്രാന്ത് പുറപ്പെടുവിക്കുന്ന പോലെ സിഗ്നൽസും പുറപ്പെടുവിച്ച് കടലിലേക്ക് തെറ്റിദ്ധരിപ്പിച്ചു. അപ്പോൾ ഇവൻ ഘാസി കടലിനടിയിലൂടെ വന്നിട്ട് നമ്മളെ ഫോളോ ചെയ്തപ്പോൾ നമ്മൾ ഇവനെ അറ്റാക്ക് ചെയ്ത് നശിപ്പിച്ചു അല്ലേ. പക്ഷേ പാകിസ്ഥാൻ പറയുന്നത് അങ്ങനെയല്ല, അത് ഒരു അപകടത്തിൽ നശിച്ചു എന്നാണ്. ഘാസി വിശാഖപട്ടണത്തിൽ നിന്ന് വേണ്ട
10-40 നോട്ടിക്കൽ മൈൽ അകലെ കടലിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അതൊരു സിനിമ വന്നിട്ടുണ്ട്, അക്ഷയകുമാർ നായകനായിട്ട് INS ഖാസി എന്നൊരു സിനിമയുണ്ട്. അങ്ങനെ തന്നെ പേരില്ല, അതേ പേരിലൊരു സിനിമയുണ്ട്. അപ്പോൾ അത് ഈ ബംഗ്ലാദേശ് യുദ്ധകാലത്ത് ഒരു വലിയ ഓർമ്മയാണ്. നമ്മുടെ വിക്രാന്തിനെ തകർക്കാൻ വന്നതാണ്, നമ്മുടെ ആകെയുള്ള ഏക വിമാനവാഹിനിയെ തകർക്കണമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഖാസി വന്നത്. അപ്പോൾ അങ്ങനെ എപ്പോൾ വേണമെങ്കിലും ഈ അന്തർവാഹിനികൾക്ക് വരാം അല്ലേ? പലയിടത്തും പോകുന്നു, വരാമെന്നല്ല പോകുന്നുണ്ട്. അതിൻ്റെ ഓപ്പറേഷൻ അന്തർവാഹിനി എന്തിനാണ്? കടലിനടിയിലൂടെ മറ്റാരും കാണാതെ പോകാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പം യുദ്ധം അവസാനിക്കുന്നില്ല. യുദ്ധം എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് യുദ്ധം അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗം കൂടിയാണെന്ന് തോന്നുന്നു. ഇസ്രായേലിൽ നിന്നുള്ള വീഡിയോകളൊക്കെ കാണുമ്പോഴത്തേക്ക് ചില മാർക്കറ്റിലൂടെയൊക്കെ പോകുന്ന ചെറുപ്പക്കാരും ഒക്കെ സിവിൽ ഡ്രസ്സിലാണ് അവർ മെഷീൻ ഗണ്ണൊക്കെ തൂക്കിയിട്ട് പോകുന്ന കാണാം. അതേക്കുറിച്ച് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് എല്ലാവരും നിർബന്ധിത സൈനിക സേവനം അവിടെ നടത്തണം. സൈനിക സേവനം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായ ആയുധം സൂക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇവർ പോകുന്ന വഴിക്കൊക്കെ നമ്മളൊരു ബാഗ് തൂക്കുന്നത് പോലെ ഒരു മെഷീൻ ഗണ്ണ് തോളിലുണ്ടാവും. പല വീഡിയോസും ഉണ്ട് അങ്ങനത്തെ ഒരുപാട് വീഡിയോസുകൾ റീൽസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവരങ്ങനെയാണ്, അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ യുദ്ധം എന്ന് പറയുന്ന സൈനിക പരിശീലനം ജീവിതത്തിൻ്റെ ഭാഗമാണ്. ദേശീയതയിൽ അത്രയും വിശ്വാസമുണ്ട്. അതുകൊണ്ട് മാത്രമല്ല അവരെ സംബന്ധിച്ച് അവർക്ക് സമാധാനമായിട്ട് ജീവിക്കണം. അവർ രാജ്യം ഇല്ലാതെ ലോകം മുഴുവൻ അലഞ്ഞു. രാജ്യം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം മുതൽ നിരന്തരം യുദ്ധം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമാധാനമായിട്ടിരിക്കണം. സമീപ പ്രദേശമൊക്കെ ക്ലീനാക്കി ഇനിയുള്ളത് ഹൂത്തികൾ മാത്രമാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഹൂത്തികളെയും തീർക്കണമെന്ന് ഇസ്രായേൽ തീരുമാനിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല. അപ്പോൾ അവർ മിസൈൽ അയച്ച് കളിക്കും. ഇസ്രായേൽ പോയി അവിടെ പണി കൊടുത്ത് സംഗതി റെഡിയാക്കി. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഇസ്രായേൽ ഇപ്പോൾ സിറിയ കയറിയതുപോലെ യമനിൽ കയറി പിടിച്ചെടുക്കാൻ പറ്റില്ല. 1800 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് പിടിച്ചെടുക്കൽ മാത്രം ബുദ്ധിമുട്ടാണ്, നടക്കില്ല. പക്ഷേ അവരെ ക്ലീൻ ചെയ്ത് കള പറിച്ചിട്ട് ഇസ്രായേൽ മടങ്ങുമെന്ന് തോന്നുന്നു. അത് അങ്ങനെയുള്ള സൂചനകളാണ് വെസ്റ്റേൺ മീഡിയയിൽ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.